ലോകം ഞെട്ടി. ആർക്കും തകർക്കാനാവാത്തതെന്ന് കരുതിയ ഇസ്രായേലിന്റെ ആകാശക്കോട്ടയെ ഒരു പിടി ഡ്രോണുകളും മിസൈലുകളും ചേർത്ത് തകർത്തു എന്ന വാർത്ത കേട്ടപ്പോൾ പലരും നെറ്റിച്ചൊളിച്ചു. അയൺ ഡോം എന്ന അജയ്യ പ്രതിരോധത്തെക്കുറിച്ച് വീമ്പിളക്കിയവർ പോലും സ്തബ്ധരായിപ്പോയ നിമിഷം. തെക്കൻ ഇസ്രായേലിലെ അറാത്തിലും ആണവ കേന്ദ്രങ്ങളുള്ള ഡിമോണയിലുമെല്ലാം സംഭവിച്ച നാശനഷ്ടങ്ങൾ ആ ഞെട്ടൽ ഇരട്ടിയാക്കി. എങ്ങനെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതെന്ന് വാഴ്ത്തപ്പെട്ട ഒരു പ്രതിരോധ സംവിധാനത്തെ ഇറാൻ കബളിപ്പിച്ച് തകർത്തുകളഞ്ഞത്? ഇതൊരു സാധാരണ ആക്രമണമായിരുന്നില്ല, മറിച്ച് കരുതലോടെ മെനഞ്ഞ ഒരു സൈനിക മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ആകാശത്ത് കണ്ടത് ഒരു വമ്പൻ പ്രതിരോധ വെടിക്കെട്ടായിരുന്നു. ഇറാന്റെ തന്ത്രം സിമ്പിളായിരുന്നു, എന്നാൽ അതീവ ബുദ്ധിപരവും. ഒറ്റയടിക്ക് വമ്പൻ ആക്രമണം നടത്താതെ അവർ ഘട്ടം ഘട്ടമായുള്ള ഒരു നീക്കത്തിനാണ് തുടക്കമിട്ടത്. ആദ്യപടിയായി വില കുറഞ്ഞ നിരുപദ്രവകാരികളെന്ന് തോന്നിക്കുന്ന ഡ്രോണുകളും ചെറിയ ക്രൂയിസ് മിസൈലുകളും ഒരു പടിയായി ഇസ്രായേൽ ആകാശത്തേക്ക് പറന്നു. സിനിമകളിലെ ഹീറോ എൻട്രിയെ പോലെ കൂട്ടമായി അവർ പാഞ്ഞെടുത്തു. ഇവയെ തടയാൻ ഇസ്രായേലിന്റെ അതിവേഗ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ആകാശത്ത് തീഗോളങ്ങളായി പറന്നുയർന്നു. ഓരോ ഡ്രോണിനെയും തുരത്താൻ ഓരോ ഇന്റർസെപ്റ്റർ മിസൈൽ. ആകാശത്ത് തീജ്വാലകൾ നിറഞ്ഞു. പൊട്ടിത്തെറികൾ ഒരു യുദ്ധക്കളം പോലെ ഭീതി വിതച്ചു. കണ്ടിരുന്നവർ ഞെട്ടിയിരുന്ന നിമിഷം. ഇറാന്റെ തന്ത്രം വിജയിച്ചു. ഓരോ വില കുറഞ്ഞ ഡ്രോണിനെയും ഇടിച്ചു താഴ്ത്താൻ വില കൂടിയ ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ ഉപയോഗിക്കേണ്ടി വന്നു. ഒരു പരിധി കഴിയുമ്പോൾ ഇന്റർസെപ്റ്ററുകളുടെ സ്റ്റോക്ക് തീരും. കൃത്യമായി ഇറാൻ അത് തന്നെയായിരുന്നു ലക്ഷ്യമിട്ടത്. ആദ്യഘട്ടത്തിലെ ഒരു പ്രതിരോധ വെടിക്കെട്ട് കഴിയുമ്പോൾ ഇസ്രായേലിന്റെ ആകാശക്കോട്ടയുടെ കൈവശമുള്ള ആയുധങ്ങളെല്ലാം തീർന്നു. ഈ തക്കം നോക്കി ഇറാൻ അവരുടെ യഥാർത്ഥ അശ്വമേധം തുടങ്ങി. അതീവ പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ. ശബ്ദാതിവേഗത്തിൽ പാഞ്ഞെത്തുന്ന ഈ ഭീകര മിസൈലുകളെ തടയാൻ അധികം ഇന്റർസെപ്റ്റുകളില്ലാതെ ഇസ്രായേൽ പ്രതിരോധം പാടുപെട്ടു. ലോകം ഉറങ്ങിക്കിടക്കുന്ന ആകാശത്ത് ലക്ഷ്യം കണ്ട മിസൈലുകൾ തെക്കൻ ഇസ്രായേലിൽ, പ്രത്യേകിച്ച് അറാത്തിലും ഡിമോണയിലും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി. 1-2 ലക്ഷങ്ങൾ വില വരുന്ന ഡ്രോണുകൾക്ക് വേണ്ടി കോടികൾ വില വരുന്ന ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് സ്റ്റോക്ക് തീർത്ത് ശതകോടികൾ വില വരുന്ന പ്രധാന കേന്ദ്രങ്ങൾ തകർക്കുന്ന ഒരു ചീപ്പ് യുദ്ധതന്ത്രം. സത്യം പറഞ്ഞാൽ ഈ ആക്രമണം ഒരു ടെക്സ്റ്റ് ബുക്ക് ഉദാഹരണമാണ് ആധുനിക യുദ്ധങ്ങൾ എങ്ങനെയായിരിക്കും എന്നതിന്റെ. ലോകോത്തരമെന്ന് വാഴ്ത്തപ്പെട്ട ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ബരാക് 8, താഡ് എന്നിവ എങ്ങനെയാണ് പരാജയപ്പെട്ടത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചത്. ഇന്റർസെപ്റ്ററുകളുടെ ദൗർലഭ്യം. ഇസ്രായേലിന്റെ പ്രതിരോധ ആയുധപ്പുരയിൽ ഈ ഇടിച്ചിടൽ മിസൈലുകൾക്ക് ക്ഷാമം നേരിടുന്നുണ്ടത്രേ. തുടർച്ചയായ ഉപയോഗം കാരണം സ്റ്റോക്ക് കുറഞ്ഞു വന്നു. രണ്ടാമതായി എണ്ണ കൂടുതൽ. ഒരു ഡാം പൊട്ടിയൊഴുകും പോലെ ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും വരുമ്പോൾ എത്ര കരുത്തനായ പ്രതിരോധ സംവിധാനത്തിനും ഓവർലോഡാകും. ഇസ്രായേലിനും സംഭവിച്ചത് അതാണ്. മൂന്നാമതായി വിലയുടെ കളി. ഇവിടെയാണ് ഇറാന്റെ തന്ത്രം ഏറ്റവും പ്രസക്തമാകുന്നത്. വില കുറഞ്ഞ ഡ്രോണുകളെ തകർക്കാൻ വില കൂടിയ ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരു സാമ്പത്തിക വെല്ലുവിളിയാണ്. ഒരു ആക്രമണത്തിൽ ഒരു വശത്തിന് നഷ്ടം കുറവെങ്കിൽ പോലും മറുഭാഗത്തിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്താൻ ഈ വിലയുടെ കളി മതിയാകും. ഓരോ ഡ്രോൺ ആക്രമണവും ഇസ്രായേലിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുത്തിയത്.